ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വിശുദ്ധ നാട്ടിലേക്ക് ഒരു തീർത്ഥയാത്ര പോവുകയായിരുന്നു ആ പെൺകുട്ടി, യുവതി. അവളുടെ സൗന്ദര്യം വല്ലാതെ ആകർഷിക്കുന്നതായിരുന്നു, വശീകരിക്കുന്ന സൗന്ദര്യം. പ്രത്യേകിച്ച് അവളുടെ തലമുടി ആളുകളെ തന്നെ ആസക്തിയോടെ നോക്കുന്നു എന്നറിഞ്ഞ അവൾ കരി അരച്ച് മുടിയിൽ തേച്ച് വികൃതമാക്കി. ഈ കരി അരച്ച് തേച്ചപ്പോൾ കരി കുറച്ചൊക്കെ മുഖത്തായി തോന്നുന്നു. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അവൾ അന്ധയായി, കണ്ണിലൊക്കെ പോയി കാണും. എങ്കിലും തീർത്ഥയാത്ര റദ്ദാക്കാനായിട്ട് അവൾ വിസമ്മതിച്ചു. തീർത്ഥയാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി ക്രൂശിത രൂപത്തിന് മുമ്പ് അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണത് സംഭവിച്ചത്. ഒരു പ്രകാശം, അത്ഭുതകരമായ അവളുടെ കാഴ്ച തിരിച്ചു കിട്ടി. അങ്ങനെ കാഴ്ച നഷ്ടപ്പെടുകയും കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്ത ആ യുവതിയാണ് ഉർസുലൈൻ സന്യാസ ജീവിത ശൈലിയുടെ സ്ഥാപക ആഞ്ചലെ മെരിച്ചി. 1474 അവർ ജനിച്ചത്. 1540 മരിച്ചത്. ഇറ്റലിയിൽ നിന്നുള്ള വലിയ വിദ്യാഭ്യാസ പ്രവർത്തകയാണ്. 1535 12 പേരോടൊപ്പം അവർ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഉർസുലൈൻ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലൂടെ അവരെ കൈപ്പിടിച്ച് ഉയർത്തുക എന്ന ലക്ഷ്യമായിരുന്നു അതിനുണ്ടായിരുന്നത്. പിന്നീട് അതൊരു സന്യാസ ജീവിത ശൈലിയായി രൂപാന്തരപ്പെട്ടു. അതോടെ അനാഥരെ സംരക്ഷിക്കാനുള്ള നിയോഗവും അവർ ഏറ്റെടുത്തു. അവരുടെ ജീവിതകാലത്ത് ഇറ്റലിയിൽ മാത്രം 24 മഠങ്ങൾ സ്ഥാപിച്ചു. എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വിദ്യാഭ്യാസത്തിൽ അവർ വളരെ മുന്നിട്ട് നിന്നത്? ഇങ്ങനെയുള്ള ക്രിസ്ത്യാനികളായ വൈദികരും കന്യാസ്ത്രീമാരും അൽമായരും ഒക്കെ പെൺകുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി 1535 നമ്മുടെ നാട്ടിൽ എപ്പോഴാണ് തുടങ്ങിയത്? 2000. അതിനു മുമ്പ് ക്രിസ്ത്യാനികൾ ചാവറേച്ചനും പോലുള്ള കത്തോലിക്കരാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പത്രവും മനുഷ്യരെ വിദ്യാസമ്പന്നരാക്കാൻ ശ്രമിച്ചതൊക്കെ ഇങ്ങനെയുള്ളവരാണ്. പിന്നെ വിദേശ മിഷണറിമാരും വന്നു. അപ്പോൾ ക്രൈസ്തവ സഭയുടെ ഈ കൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലോകത്തിന് വളരെ 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 വലുതാണ്. യഹൂദന്മാരുടെയും ക്രൈസ്തവരുടെയും സംഭാവനകൾ മാറ്റിവെച്ചാൽ പിന്നെ ബാക്കി കാര്യമായിട്ടുണ്ടാകില്ല. ഒരു കൂട്ടർക്ക് സംഭാവനയായിട്ടുള്ളത് തീവ്രവാദമാണ് കൂടുതലും, കൊല്ലലാണ് കൂടുതൽ. വേറെ കൂട്ടർക്ക് വിഗ്രഹാരാധനയാണ്. ഇപ്പോഴാണ് അതൊക്കെ മാറി വരുന്നത്. അതിനാൽ ഈ ക്രൈസ്തവ മിഷണറിമാരുടെയും കത്തോലിക്ക വൈദികരുടെയും സന്യാസികളുടെയും അൽമാരുടെയും പങ്ക് വളരെ വലുതാണ്. ഇപ്പം എല്ലാവരും കത്തോലിക്ക സഭയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സാമൂഹ്യമാർഗം ഉപയോഗിക്കുന്നത്. പ്രശ്നങ്ങളില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷെ അവർ ചെയ്യുന്ന നന്മ കാണാതെ പോകുന്നു. ഇവരുടെ വിചാരം സോഷ്യൽ മീഡിയയാണ് ലോകത്തെ ഭരിക്കുന്നതാണ്. ദൈവമുണ്ടോ, ദൈവത്തിൻ്റെ ശക്തിയുണ്ടോ, ദൈവത്തിൻ്റെ പ്രവർത്തനമുണ്ടോ, ഇടപെടലുണ്ടോ, ഇതൊന്നും ചിന്തിക്കുന്ന പോലുമില്ല. ഈ കണ്ടതും കേട്ടതും എല്ലാം വെച്ച് കത്തോലിക്ക സഭയെ ആക്രമിക്കുക. എല്ലാവരും കത്തോലിക്ക സഭയെ ആക്രമിക്കുകയാണ്. എന്താ കാര്യം? കത്തോലിക്ക ബസ് തിരിച്ചങ്ങൾ ആക്രമിക്കൽ പതിവുണ്ടോ? പൊതുവെ ഇല്ല. കാരണം എന്താണ്? നമുക്കറിയാം ദൈവമാണ് എല്ലാം നിയന്ത്രിക്കുന്ന നല്ല ബോധ്യമുണ്ട്. വിശുദ്ധരെല്ലാം വലിയ പങ്ക് വഹിക്കുന്നു എന്ന ബോധ്യമുണ്ട്. ചുരുക്കത്തിൽ ഈ വിശുദ്ധരെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ നന്മ, നമ്മൾ ലോകത്തിന് ചെയ്ത നന്മ, അത് തമസ്കരിക്കാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ആളുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്ന വിധത്തിൽ കമൻ്റൊക്കെ ഇട്ട് അതായത് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ശരിയല്ലെന്ന് പറയാനുള്ള ചങ്കൂറ്റ് നമ്മൾ കാണിക്കണം. അതെല്ലാം ഈ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമായിട്ട് കരുതുകയും വേണം. അങ്ങനെ വിശുദ്ധരാകുന്ന പ്രക്രിയയിൽ നമുക്ക് പങ്കുചേരാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.